എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കൊറോണ അപ്ഡേറ്റ്സ് ആണ് മെയിനായിട്ട് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഒരു ദിവസം പകുതി വരെയുള്ള ചെറിയൊരു വ്ളോഗും പിന്നെ നമ്മൾ പണ്ട് പോയ ഒരു സ്ഥലത്തെ ഒരു ചെറിയ വ്ളോഗുമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൊറോണ ഭയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ സ്വീഡനിൽ 1400 കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 11 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടുള്ളത്. 35ഓളം പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. 2 ആഴ്ചയ്ക്ക് മേലായിട്ട് ഞങ്ങൾ വീടിന് പുറത്ത് ഇറങ്ങാറില്ല. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത്. അല്ലാത്ത സമയം മുഴുവനായിട്ടും വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങളുടെ ഓഫീസിന് അവധി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ മക്കളെ ഞങ്ങൾ വിടുന്നില്ല. പ്രീ സ്കൂളൊന്നും ഇതുവരെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. പ്രീ സ്കൂളും അതുപോലെ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്കൂളും ഇപ്പോഴും ഇവിടെ ഓപ്പൺ ആണ്. അതുപോലെ ഇവിടെ മാസ്ക് കിട്ടാനില്ല, ഹാൻഡ് സാനിറ്റൈസർ കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. ആരും ഇവിടെ മാസ്ക് ഒന്നും ധരിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ലൈഫൊക്കെ നോർമലായിട്ടാണ് പോകുന്നത്. നമ്മൾ കെയർ എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസുകളായാലും പ്രായമായവർക്കാണ് ഇവിടെ മുൻഗണന ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കെയർ എടുത്ത് സെൽഫായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഓഫീസൊക്കെ 1 മാസത്തേക്ക് ആണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൊറോണ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ കൊറോണയായിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ കുട്ടികളും ജോലിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കാണിക്കുന്നത്. ഉച്ചവരെയുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വ്ളോഗ് കാണാം. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചായിരുന്നു. അതുപോലെ ഉച്ചയ്ക്കത്തേക്ക് ഇന്ന് ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ല. അതുവരെ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പൊറോട്ട തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്ത പൊറോട്ട കുറച്ച് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്ത് ഇട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ രാവിലെ തന്നെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാണ്. ഈ മാവ് ഒരു 2 മണിക്കൂർ നേരമാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ആ ഒരു റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്ന സമയത്ത് ഞാൻ മക്കൾക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് കുളിപ്പിക്കാൻ പോവാണ്. ഞാനിവിടെ ഇവർക്ക് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലമുടിയിലും അതുപോലെ തന്നെ ദേഹത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്പോൾ കുളിപ്പിച്ചാലും ഞാൻ വെളിച്ചെണ്ണ പുരട്ടിയാണ് കുളിപ്പിക്കുന്നത്. അതുപോലെ കൂടുതൽ തണുപ്പുള്ള സമയമാണെങ്കിൽ ഞാൻ ഒലിവെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് പേര് ഇവിടുത്തെ വിൻ്റർ കെയർ റുട്ടീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ പുരട്ടുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്കിന്നൊന്നും അങ്ങനെ ഡ്രൈ ആയി പോകുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ക്രീമുണ്ട്. അത് ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ക്രീമാണ്. നമ്മുടെ നാട്ടിലും കിട്ടും. സെറ്റാഫിൽ എന്നാണ് അതിൻ്റെ പേര്. CETAPHIL എന്നാണ് സ്പെല്ലിങ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ നല്ലൊരു ക്രീമാണ്. മണമൊന്നും ഇല്ലാത്തതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണിയൊന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാണ്. അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷം അവരെ കുളിപ്പിച്ചു ഇപ്പം നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളായി അവർക്ക് കണ്ണും പുരുകൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ട്. അപ്പോൾ അവർ പൊട്ട് തൊടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഈ കൺമഷി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് പടർന്നു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തണുപ്പ് തന്നെയാണ്. ഒരു 4 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ തണുപ്പുള്ളത്. ഈ പ്രാവശ്യം ഇവിടെ സ്നോ ഒന്നും വീണില്ല. അതുപോലെ തന്നെ ഇവിടെ സ്പ്രിങ് ചെറുതായിട്ട് തുടങ്ങുകയും ചെയ്തു. നല്ല ക്ലൈമറ്റുമാണ്. ഇപ്പോൾ നല്ല സണ്ണിയൊക്കെയാണ്. പക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ച് പാലിൽ കുറച്ച് സീരിയൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അവർ കുറച്ച് നേരം കളിക്കും.
തലേദിവസം തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇടയ്ക്കൊന്നും നമുക്ക് സമയം കിട്ടാറില്ല, മീറ്റിങ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ മക്കളും വീട്ടിലുള്ളത് കൊണ്ട് അവർക്ക് സമയത്ത് ആഹാരം കൊടുക്കണം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചോറ് വെച്ച് വെക്കാണ്. ഞാൻ ഈ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് അടിക്കുന്നത്. അപ്പോൾ പൊറോട്ട കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് പൊറോട്ട അടിക്കുന്ന ഈ ഒരു ടിപ്പ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്പൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊറോട്ടയുടെ റെസിപ്പി ട്രൈ ചെയ്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പൊറോട്ട അവസാനം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള കറി തലേദിവസം നമ്മൾ ബീഫ് വിന്താലു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പൊറോട്ടയും കൂടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതെന്തായാലും ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് സമയമാണ്. അപ്പോൾ മക്കൾക്ക് പൊറോട്ട കഴിക്കുകയാണ്. അത് ബട്ടറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഐക്കിയാണ്. അപ്പോൾ IKEA എന്ന് ഞാൻ മിക്ക വ്ളോഗിലും പറയാറുണ്ട്. നമ്മുടെ മിക്ക സാധനങ്ങളും വീട്ടിലുള്ളത് IKEA എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വീഡനിലാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഓഫീസ്, അതായത് ഏറ്റവും ആദ്യത്തെ കട സ്വീഡനിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് പെട്ടെന്ന് ട്രെയിൻ കിട്ടും. 2-3 സ്റ്റോപ്പ് കഴിയുമ്പോൾ നമുക്ക് IKEAയിലെത്താൻ പറ്റും. അപ്പോൾ ഇതിവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. ഇതിൽ ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു സ്റ്റേഷനാണ്. ട്രെയിനിലും വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല. വളരെ കൺവീനിയൻ്റ് ആണ് നമുക്ക് IKEAയിലൊക്കെ പോയിട്ട് വരാനായിട്ട്. ഇതിനു മുൻപ് ഭയങ്കര ഈ ഒരു ട്രെയിൻ സർവീസ് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അതിന് മുൻപ് ബസ്സിലായിരുന്നു പോകേണ്ടത്. അതൊരുപാട് ദൂരമുണ്ട്. ഒരുപാട് 2 ബസ്സൊക്കെ കയറി ഇറങ്ങിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ 2 മാസം മുൻപ് പോയപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നമ്മളെങ്ങും പോകാറില്ല. നമ്മളിപ്പം ഏകദേശം 2 മാസമായി ശരിക്കും വീടിന് പുറത്ത് ഇറങ്ങിയിട്ട്. ഈ ഒരു കൊറോണയുടെ കേസ് വന്നതും തൊട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ എങ്ങും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഈ IKEA എന്ന് പറയുന്ന ഷോറൂം, അതിൽ ഫർണിച്ചർ, അതുപോലെ കിച്ചൺ അപ്ലയൻസസ് എല്ലാം ഉണ്ട്. അവിടെ ഫുഡുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് മിക്ക രാജ്യങ്ങളിലും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഹൈദരാബാദാണ്. അതുപോലെ എല്ലാ ഗൾഫ് കൺട്രീസിലും IKEA ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചൊന്ന് നടക്കണം, ഒരു 1/2 കിലോമീറ്ററെങ്കിലും നടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്. ഇത് നല്ല തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണിത്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു മെയിൻ ബസ്സെല്ലാം വന്ന് ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ബസ്സിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അപ്പോൾ ഡെൻമാർക്കിൽ നിന്നും ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് സ്വീഡനും ഡെൻമാർക്കിനും ഏറ്റവും അടുത്തുള്ള IKEA. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. IKEA കൂടാതെ തന്നെ പല പല ബിൽട്ടിമ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇതിനടുത്ത് തന്നെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ശനി ഞായറും ഒക്കെ നല്ല തിരക്കാണ്. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ വളരെ കാമായിട്ടുള്ള ഒരു ഇതാണ്.
ഞങ്ങൾ ജസ്റ്റ് വലിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും പോയതല്ല, ജസ്റ്റ് ഒരു കുറേ നാളായി നമ്മളിവിടെ പോയിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനും അതുപോലെ കുറച്ച് ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോയത്. അപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഇവിടെ ലോക്കറുകളുണ്ട്. നമ്മൾ ഈ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് അകത്ത് പോകുമ്പം നല്ല ചൂടാണ്, അകത്ത് നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കോട്ടൊക്കെ ഊരി ഇവിടെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്പർ ലോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇത് കിച്ചൺ സെക്ഷനാണ്. ഇവിടെ എല്ലാ ടൈപ്പ് പാത്രങ്ങളുണ്ട്, നോൺ സ്റ്റിക്ക് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ. അപ്പോൾ എൻ്റെ മിക്ക പാത്രങ്ങളും ഐക്കയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെയൊക്കെ റിവ്യൂ നമ്മളിതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു തവയാണ്. അതുപോലെ പല ടൈപ്പ് ഇതുപോലുള്ള വലിയ പാത്രങ്ങളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി സ്റ്റീലാണ്. ഇത് ഓവൻ സേഫ് ആണ്, അതുപോലെ തന്നെ നല്ല ഡ്യൂറബിളും ആണ്. ഇവിടെ ഒരുപാട് പുതിയ വെറൈറ്റികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രവും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രമാണ്, പക്ഷേ ഇത് നല്ലതായിട്ട് സീസൺ ചെയ്തതാണ്. ഇതിന് മുകളിലായിട്ട് ചെറിയൊരു കോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്കിത് എക്സ്ട്രാ ആയിട്ട് സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനും എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. നല്ല 2 പാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രഷർ കുക്കറുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ടൈപ്പല്ല, വേറൊരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കിച്ചൺ ടൗലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ നമ്മളവിടുന്ന് മെയിനായിട്ട് ഫുഡ് കഴിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുപോലെ മീറ്റ് ബോൾസും മാഷ് പൊട്ടാറ്റോയും ഗ്രീൻ പീസും പിന്നെ ലിങ്കൻ ബെറി ജാമുമാണ്. ഇത് സ്വീഡിഷ് സിഗ്നേച്ചർ റെസിപ്പിയാണ്. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്വീഡിഷ് മീറ്റ് ബോൾസ്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ അത് എൻ്റെ മക്കൾക്കും വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അവിടെ പോയാൽ ഇതാണ് കഴിക്കുക. നമ്മൾ പിന്നെ കുറച്ച് കിഡ്സിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ടോയ്സൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതുപോലെ കുറച്ച് കിച്ചൺ ടവല്, അതുപോലെ തന്നെ ഈ ക്ലിപ്പ്, പിന്നെ ഒരു വെയിങ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സിപ്പ് ലോക്ക്, പിന്നെ കുറച്ച് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സും വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അവിടെ നിന്ന് ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ഈ ഒരു വ്ളോഗിൽ കുറച്ച് പേര് IKEA വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കൊറോണ സമയത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക, ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.